നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയമാണെങ്കിലും അനുകൂലമായിരിക്കുന്ന കുറച്ച് ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. എന്നാലും എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു പ്രീതി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അത് കാരണം കൊണ്ടൊരു നവഗ്രഹ പൂജ ഈ മാസം ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം 2-ാം ഭാവത്തിൽ ഘടകകാരകനായിരിക്കുന്ന കേതുവാണ്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചിലപ്പോൾ അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ധനം ചിലപ്പോൾ കൈവശം വന്നു എന്ന് വരില്ല. എന്നാൽ വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലാവസ്ഥ കാണുന്നുണ്ട്. 12-ാം വ്യാഴമാണ്. അപ്പോൾ 12-ാം വ്യാഴം എന്ന് പറയുമ്പോൾ ധനകാരകൻ 12-ലായത് കാരണം കൊണ്ട് വീട് വിട്ട് ധനസമ്പാദനത്തിന് അന്യദേശത്ത് പോകുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ പോലും കയ്യിലേക്ക് വരുന്ന ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ളൊരു സമയമായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്രുത ഗുണ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. കീർത്തി കേൾക്കാനുള്ള യോഗമാണ്. 4 പേർ അറിയപ്പെടുക. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ല് വെച്ച് 4 പേർ അറിയപ്പെടുന്ന രീതിയിൽ, ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. അതിനോടൊപ്പം തന്നെ ചൊവ്വയും രാഹുവും അവിടെ തന്നെയാണ് നിൽക്കുന്ന, ബുധനോട് ചേർന്നാണ്. അങ്ങനെയുള്ളത് കാരണം കൊണ്ട് ദുഷ്കീർത്തി പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഗ്യസ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശനി നിൽക്കുന്നതുകൊണ്ട് ഭാര്യ കുടുംബക്കാരിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനായിട്ടാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഭാര്യ വീട്ടുകാരിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ, ദാമ്പത്യ സുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ പോലും കണ്ണ്, ചെവി, മൂക്ക് മുതലായിട്ടുള്ള മുഖത്തുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, നടുവേദന, കാലിൻ്റെ മുട്ടിന് മുകളിലേക്കുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നല്ല പരിഹാരങ്ങൾ ചെയ്യണം. ഗണപതി ഹോമം ചെയ്യുക, നാഗപൂജ ചെയ്യുക, ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് കഴിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറയപ്പെട്ട ദോഷത്തിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ശുക്രന് മന്ദയോഗം എന്ന് പറയുന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഒരു സന്യാസയോഗം ആയതുകൊണ്ട് വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ കുറച്ച് കാലതാമസം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വിവാഹമൊക്കെ പറഞ്ഞു വെച്ചവർക്കും എന്തെങ്കിലും കാരണവശാലൊക്കെ ഒന്ന് നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നുകൂടായികയില്ല. ചെറിയൊരു പ്രവൃത്തിയോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല ശനിയോട് ചേർന്ന് സൂര്യനും നിൽക്കുന്നത്. അപ്പോൾ ശനിയുടെ ശത്രുവായിരിക്കുന്ന സൂര്യനാണ്. അപ്പോൾ സഹായികൾ മുഖാന്തരമൊക്കെ കുറച്ച് മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. അപ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലൊക്കെ എല്ലുകളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടും ശ്രദ്ധിക്കണം. പക്ഷേ നല്ല പരിഹാരം, പ്രാർത്ഥന, ഈ 2 കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസത്തിൽ അനുകൂലാവസ്ഥ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം വ്യാഴം 12-ാം ഭാവത്തിലാണെങ്കിലും അനുകൂല ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.